ഹേ ഗൈസ്, വൈകിട്ട് മരുമൊക്കെ സംസ്കരിച്ചിട്ട് സിറ്റിയിലോട്ട് പോയാലോ എന്നൊരു മൈൻഡായിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് അവനെ മുക്കി. ഇനി വഴിയിൽ കുറച്ചവന്മാരുണ്ട്, ഇനി അവന്മാരെ കൊണ്ടുപോകണം നമുക്ക് പോകാൻ. 500 മീറ്റർ കഴിഞ്ഞാൽ സ്ഥലം എത്തി. പക്ഷെ ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇന്ന് നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് ബുക്ക് ഫെസ്റ്റിവൽ നടക്കണം. അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഓഡിറ്റോറിയത്തിൽ ഒത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. റിയാലിറ്റി ഷോസിലും കോമ്പറ്റീഷൻസിലൊക്കെ പാടി ഒത്തിരി പേരെ കണ്ടു. അതുപോലെ തന്നെ ഒത്തിരി മന്ത്രിമാരെ എല്ലാം ഞങ്ങൾ കണ്ടായിരുന്നു. സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരേ കണക്കിന് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ക്യൂട്ട്നെസ്സും വാരിപ്പൊത്തി രോഹിണി എസ് ഒരു മൂലക്കിരിക്കുന്നത് കണ്ടത്. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഡാൻസ് ആയിരുന്നു. പരിപാടിയുടെ ഇടയിൽ പുറത്തോട്ട് പോകാനായിട്ട് നോക്കിയപ്പോൾ പച്ചക്കുതിരയിലെ ഗ്ലാസ് ഒക്കെ വെച്ചൊരു ചെറുക്കം വന്നിട്ട് ഡോർ ഒറ്റ തുറക്കല്. എന്നിട്ട് ബുക്ക് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ട് കുറെ പബ്ലിക്കേഷൻസിൽ ബുക്കൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്കൊക്കെ വാങ്ങി. അതിന്റെ അടുത്തായിട്ട് ഒത്തിരി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്നായിരുന്നു പിന്നെ കൺഫ്യൂഷൻ. അവസാനം ഒരു സ്പോട്ടിലോട്ട് വന്നെത്തി. ഗൂഗിൾ അമ്മായി പറഞ്ഞ വഴി വെച്ച് ആരൊക്കെയോ വീട്ടിനെയും കടയിലേക്ക് ഇടയിൽ കൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാണോ എന്തോ എത്തണം. അവസാനം മന്തി കഴിക്കാനായിട്ട് ഖലീഫ മെൻസിലോട്ട് വന്നു. ഓർഡർ കൊടുത്താൽ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു കാര്യം ഒഴിച്ച് ഫുഡല്ല സെറ്റാണ്. ഫുഡ് എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ലുലു മോളിലോട്ടാണ്. ഫ്ലാറ്റ് 50 ഓഫർ എന്തൊക്കെയാണ് നടക്കണം. അപ്പൊ ചുമ്മാ ഒന്ന് കയറാന്ന് വിചാരിച്ചു. അടുത്തുള്ള എസ്കലേറ്റർ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വലിയൊരു തുരങ്കം പോലെ ഉണ്ടായിരുന്നു. സാംസങ്ങിന്റെ ഒക്കെ കുറെ പുതിയ എഡിഷൻ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. 17 Pro Maxൽ ഏതാ ചെറുക്കന്റെ മൂക്കിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കും. ഇതിന് പിന്നെ കൈയും കാലത്ത് ചുമ്മാ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിരിവിര ചെയ്തോണ്ടിരിക്കണം. രാത്രി 1 മണിക്കുള്ള തിരക്കാണ് നിങ്ങളെ കാണുന്നത്. എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലുലുവിൽ പിന്നെ എത്ര മണിയായാലും നല്ല തിരക്കാണ്. ലുലു എന്നൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വഴിയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് രാത്രി ഇതുപോലെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അങ്ങനെ ചായ കുടിയിലേക്ക് കഴിഞ്ഞ് പിന്നീട് വീട്ടിലോട്ട് വന്നേരം. അപ്പൊ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ശരിയെന്നാ.